വോട്ട് വലിയൊരു പ്രശ്നമായി തന്നെ എല്ലായിടത്തും മാറിയിട്ടുണ്ട്. ഇരട്ട വോട്ട് തടയാനുള്ള നീക്കങ്ങൾ അത് ജില്ലാ ഭരണകൂടം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ തന്നെ, രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ ഒത്തൊരുമിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ്. തേനി ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങൾ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ തന്നെ ഇതിനായി സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിലും സമാനമായ പരിപാടികൾ ജില്ലയിൽ നടത്താനുള്ള ആസൂത്രണങ്ങൾ തന്നെയാണ് ഇരു ജില്ലാ ഭരണ നേതൃത്വങ്ങളും നടത്തുന്നത്. കേരള തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ ഇരട്ട വോട്ട് വ്യാപകമാകുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. ഇതുപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കിയിലും തമിഴ്നാടിന്റെ ഭാഗമായ തേനി ജില്ലയിലും ബോധവൽക്കരണവുമായി ഇരു ജില്ലാ ഭരണകൂടങ്ങളും സംയുക്തമായി രംഗത്തെത്തിയത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ശേഷം കുമളി വ്യാപാര ഭവനിൽ ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ വനവാസി കുടികളിലെ ഒരു മൂപ്പന്മാരുമായി ചർച്ച സംഘടിപ്പിച്ചു. ഇരട്ട വോട്ട് തടയുന്നതിനായി മൂപ്പന്മാരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒരു അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലകൾ എന്ന നിലയിൽ ഒരു രണ്ട് ഭാഗത്തും വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഡബിൾ വോട്ടിംഗ് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും വോട്ട് ചെയ്യുക അത് ശരിയല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ ഈ ഒരു വലിയ പ്രക്രിയയിൽ നമ്മുടെ വോട്ടവകാശം അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുവാൻ. യോഗത്തിൽ മുതിർന്ന വോട്ടർമാരെയും ആദരിച്ചു. വരും ദിവസങ്ങളിലും ഇരു ജില്ലാ ഭരണകൂടങ്ങളും ചേർന്നുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കും. ജനം, ഇടുക്കി.